ഇന്ന് ഞാൻ കുറച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയാലും സെപ്പറേഷൻ ആയാലും ഓർ കറൻറ്റ് റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് മെസ്സേജസ് പേഴ്സൺ നിന്നിട്ട് മെസ്സേജസും പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനുള്ള ഒരു ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്താ നോക്കാം. സോ ഞാൻ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു. സോ ഫസ്റ്റ് കാർഡ് ഇസ് ഐ എം സ്കെയർഡ് ഓഫ് റിജെക്ഷൻ. വൈ ഡു ഐ ഡിസേർവ് സം വൺ ലൈക്ക് യു? I can't talk to you right now. Will this ever change? So നിങ്ങളുടെ പേഴ്സൺ മേ ബി ഇൻ കേസ് നോ കോണ്ടാക്റ്റ് ഓർ സെപ്പറേഷനിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് റിജെക്ഷൻ വളരെയധികം പേടിക്കുന്ന ഒരാൾക്കാരാണ്. അവർ റിജക്റ്റ് ചെയ്യുന്നതോ മേ ബി നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ എനിക്ക് തോന്നുന്നു കൂടുതലും നോ കോണ്ടാക്റ്റ് ഓർ സെപ്പറേഷൻ ഫേസ് ആണ് കാണുന്നത്. ബട്ട് ആ സെപ്പറേഷനിലുണ്ടായിട്ടും അവർക്ക് നിങ്ങളെ വിട്ട് പോയതിനുള്ളൊരു വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. കാരണം അവർക്ക് റിജെക്ഷൻ പേടിക്കുന്ന ആൾക്കാരാണ്. മേ ബി പാസ്റ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അവർ ചിന്തിക്കുന്നുമുണ്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ എന്തിനാണ് ഞാൻ ഡിസേർവ് ചെയ്യുന്നത്. ഇറ്റ്സ് ഇൻ എ ഗുഡ് വേ. ലൈക്ക് നിങ്ങളൊരു വളരെ ഒരു നല്ല വ്യക്തിത്വമാണ്. സോ അവർ ശരിക്കും വിചാരിക്കുന്നുണ്ട് അവർ നിങ്ങളെ ഡിസേർവ് ചെയ്യുന്നില്ല. കാരണം നിങ്ങളിൽ അത്രയധികം നല്ല ക്വാളിറ്റീസ് ഉണ്ട് എന്നുള്ളത് അവർക്ക് അത്രയധികം വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് കറൻ്റ്ലി അവർക്ക് സംതിങ് എൽസ് എന്തെങ്കിലും ഇഷ്യൂസ് കാരണം ഇപ്പോൾ സംസാരിക്കാൻ പറ്റാത്തൊരു ഫേസിൽ കൂടിയായിരിക്കും പോയിട്ടുണ്ടാവുക. അതെന്ത് വേണമെങ്കിലാവാം. ആൻഡ് അവർ വിചാരിക്കുന്നുണ്ട് ഈ കോണ്ടാക്റ്റ് ഓർ നോ കോണ്ടാക്റ്റ് ഓർ സെപ്പറേഷൻ ഫേസ് എപ്പോഴെങ്കിലും മാറുമോ, ഈ തല്ലൂട്ടങ്ങളും ഈ പിണക്കങ്ങളും എപ്പോഴും മാറുമോ എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. ആൻഡ് ടാരോ കാർഡ്സ് കൂടെ ഉള്ളത് ഓക്കെ 6 of Wands, Page of Pentacles and Page of Wands. So it's a very clear message that അവർ നിങ്ങളെക്കുറിച്ച് റിയലായിട്ട് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ആലോചിക്കും തോറും അവർ കുറേ അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഈ കണക്ഷനെ കുറിച്ചിട്ട്. ലൈക്ക് അവർക്ക് റിജെക്ഷൻ സ്കെയർഡാണ്. അവർ കുറേ ഇതിനധികം ലൈക്ക് വൈ ഡു ഐ ഡിസേർവ് സം വൺ ലൈക്ക് യു എന്നൊക്കെ പറയുന്ന പോലെ അവർ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ശരിയാണോ, ഇയാളെ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടോ പക്ഷേ അവർ നിങ്ങളെ വ്യൂ ചെയ്യുന്നത് വളരെയധികം ഒരു പ്രഷ്യസ് പേഴ്സൺ ആയിട്ടാണ് വളരെയധികം വ്യൂ ചെയ്യുന്നത്. വെരി ലൈക്ക് യു ആർ എ ജെം, യു ആർ വെരി പ്രഷ്യസ് ടു ദം ഉള്ളതുപോലെയാണ്. ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ലൈക്ക് രണ്ടുപേരും അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് ഒരു സക്സസ് തന്നെ ആവും. സോ കറൻ്റ്ലി അവർക്ക് നിങ്ങളെ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത്. കുറച്ച് പോസിറ്റീവ് കാർഡ്സാണ്. നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ഈ റിലേഷൻഷിപ്പ് വേണം, ഇതിലൊരു ഗുഡ് എൻഡ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ കുറച്ച് ഓവർ തിങ്കിങ് അവർ ചെയ്യുന്നുണ്ട് നല്ലോണം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്താലായിരിക്കാം. സോ അത് സംസാരിച്ച് തീർക്കുക. ബട്ട് സ്റ്റിൽ അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രഷ്യസ് ആയിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. സോ ഈ എനർജി റെസനേറ്റ് ആവുകയാണെങ്കിൽ ക്ലെയിം ചെയ്യുക. ഓക്കെ.